നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രാപിനിയിൽ ടിപ്പർ ലോറിയിടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനകളുടെ ആഭിമുഖ്യത്തിലും നടത്തി. മതിലകത്ത് നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. വാർത്തകൾ തുടരുന്നു. ദേശീയപാത 66 ചന്ദ്രാപിനിയിൽ ടിപ്പർ ലോറിയിടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കാളമുറിയിലെ CJ ആൻഡ്സ് കമ്പനി ബെഡ് എംപോറിയം ഉടമ കയ്പമംഗലം ബോർഡ് കിഴക്കുവശം താമസിക്കുന്ന ചൂലുകാരൻ സെയ്ദ് മുഹമ്മദ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. CJ സെയ്ദ് മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണ CJയുടെ ദേഹത്തുകൂടി ടിപ്പർ ലോറി കയറിയിറങ്ങി. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. മൃതദേഹം ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലേക്ക് മാറ്റി. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. 50 വർഷത്തിലധികമായി കാളമുറിയിലെ വ്യാപാരിയാണ് CJ സെയ്ദ് മുഹമ്മദ്. CPM കാഞ്ഞിരച്ചുവട് ബ്രാഞ്ചിന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. താന്യത്ത് ചേർന്ന യോഗം താന്യം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CP ജോസ് ഉദ്ഘാടനം ചെയ്തു. സുധീഷ് തൃപ്രയാർ അധ്യക്ഷനായി. MBBS വിജയം കരസ്ഥമാക്കിയ സ്നേഹിത്, നീറ്റ് പരീക്ഷയിൽ വിജയം നേടിയ ഗൗതം, CBSE +2 ഫുൾ A+ നേടിയ വൈഗ, ഉന്നത വിജയം നേടിയ മീനാക്ഷി, ഷബ്നാസ്, ലക്ഷ്മി, നിരഞ്ജന, SSLCക്ക് ഉന്നത വിജയം നേടിയ ആഗ്നേഷ്, കൃഷ്ണ, ആയുഷ്, കാശിനാഥൻ, ഉണ്ണിമായ, അമൃത എന്നിവർക്ക് പൊന്നാടയും ഫലകങ്ങളും വിതരണം ചെയ്തു. പീതാംബരൻ, സുജിത നിരേഷ്, ജയന്ദ്രത രവി കണാറ എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ, +2 പാസ്സായ കുട്ടികളൊക്കെ പുതിയ പഠനത്തിൻ്റെ തുടർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിലും ഉയർന്ന വിജയം തുടർന്നുണ്ടാകട്ടെ എന്ന് ആദ്യമായി CPIMന്റെ താഴെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ അനുഭവസ്ഥരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും. നമ്മുടെ പെരുങ്ങോട്ടുകര ഹൈസ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാം അല്ലേ? പെരുങ്ങോട്ടുകര ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച കുട്ടികളുണ്ട്. അതിൽ ഉണ്ടാ ഇവിടെ അവിടെ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലമൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് നടന്ന മോളെ? ഒരുപാട് വലിയ കെട്ടിടം ഉണ്ടായി അല്ലേ? വലിയ കെട്ടിടം ഉണ്ടായി. LDF വികസന ജാഥയുടെ 2ാം ദിവസത്തെ പര്യടനം മുൻ MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. KS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. മോഹനൻ മാസ്റ്റർ, ജാഥ ക്യാപ്റ്റൻ TS മധുസൂദനൻ, വൈസ് ക്യാപ്റ്റൻ കിഷോർ KC, മാനേജർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, CPM വലപ്പാട് ലോക്കൽ സെക്രട്ടറി രാജിഷ ശിവജി, എടമുട്ടം ലോക്കൽ സെക്രട്ടറി ഷജിത്, MV സുരേഷ്, സുഭാഷ് AG, രാജൻ പട്ടാട്ട്, PA രാമദാസ്, CK ബേബി ടീച്ചർ, സത്യൻ, മോഹൻദാസ് VR, സുജിന്ത് പുല്ലാട്ട്, മുബീഷ് പനക്കൽ, ഷാജു KS, ഷിബു നമ്പെട്ടി, ആനന്ദൻ വാലിപ്പറമ്പിൽ, വിനു പട്ടാലി എന്നിവർ സംസാരിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നടത്തി. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ വിമുക്ത ബർഡൻ ഹാളിൽ ചേർന്ന പരിപാടി GDPS കേന്ദ്ര സമിതി മെമ്പർ പ്രകാശൻ കാരാട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കമ്മാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മാതൃസഭാ മെമ്പർ ഷീല സത്യദേവൻ തലാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് വേളൂക്കര മുകുന്ദൻ, ബോധാനന്ദ വായനശാല പ്രസിഡന്റ് AK രാജൻ, കമ്മിറ്റി മെമ്പർ കൃഷ്ണൻകുട്ടി മാമ്പാറ, നിധി മോഹൻ മേനോത്തുപറമ്പിൽ, യൂണിറ്റ് പ്രസിഡന്റ് ഉഷ പുഷ്പാങ്കദൻ, സെക്രട്ടറി ഷീല ബാബു പ്രസാദ്, ബോധാനന്ദൻ കടവിൽ, രവീന്ദ്രൻ തീയാടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാതൃസഭാംഗങ്ങളുടെ ഗുരുദേവ കീർത്തനാലാപനം നടന്നു. തന്റെ കണ്ണിൽ നിന്നും ഊർന്നു വീഴുന്ന ജലകണികകൾ ആ ശിവലിംഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. കൃത്യമായി ഭഗവാൻ കണക്ക് കൂട്ടിയിട്ടുള്ള സമയത്ത്
ആ പ്രതിഷ്ഠ അഷ്ടഗന്ധങ്ങളില്ലാതെ കരിങ്കല്ലുമായി കൂടിച്ചേർന്നുകൊണ്ട് ആ പ്രതിഷ്ഠ നടന്നു. മതിലകം ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. മതിലകത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് മതിലകം സെന്ററിലേക്ക് വൈകിട്ട് 5 മണിക്കുമാണ് ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളുടെ നീണ്ട നാളത്തെ ആവശ്യം പരിഗണിച്ച് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാണ് മെഡിക്കൽ കോളേജിലെ ടോക്കൺ കൗണ്ടറിന്റെ അടുത്തുവരെ ബസ് എത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് ET ടൈസൺ മാസ്റ്റർ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ആ പ്രദേശത്ത് പഴയ അറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 3 വണ്ടി അങ്ങോട്ട് കയറണം, അവിടെ നിന്ന് 3 വണ്ടി ഇങ്ങോട്ട്, എന്ന് വെച്ചാൽ 6 എണ്ണം ഒരു ദിവസം അങ്ങോട്ട് കൂടി പോകേണ്ടി വരും. ചിലപ്പോൾ അറിയാലോ, സാമ്പത്തിക വിനിയോഗത്തിന് വേണ്ടി മാത്രമല്ല, വണ്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന വിഷയം വരുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ സർവീസ് രാവിലെയും അതുപോലെ വൈകിട്ടും എത്തിച്ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. വെച്ചാൽ അവിടെ ടോക്കൺ കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ എത്തിയിരുന്നു ആളുകൾക്ക് ഇവിടുന്ന് വണ്ടി പോകും. അതുപോലെ തന്നെ തിരിച്ച് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ സ്വീകരിച്ച ശേഷം തിരിച്ചുവിടെത്താനുള്ള സമയവും കിട്ടുകയാണ്. ഒരു 7 മണിയോടുകൂടി തിരിച്ചെത്താൻ പറ്റും. അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രയോജനമുള്ള ഒരു സർവീസായി ഇത് മാറും. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനാചരണം നടത്തി. വിദ്യാഭാരതി അഖില ഭാരതീയ ശിക്ഷാ സംസ്ഥാൻ ശുചിത്വ സാഗരം സുന്ദരം തീരം ക്യാമ്പയിന്റെ ഭാഗമായി 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമുദ്രതീരം ശുചീകരിച്ചു. സ്കൂൾ ലീഡർ വിസ്മയ് PV പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ ബിന്ദു C, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ ഉഷ സുകുമാരൻ, ദീനദയാൽ ട്രസ്റ്റ് ഖജാൻജി KS കനകൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ തുളസിദാസ് NS, വിദ്യാലയത്തിലെ അക്കാദമിക് കോർഡിനേറ്റർ സ്മിത PL, അധ്യാപിക സുചിത്ര എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം ശുചിത്വ യജ്ഞത്തിൽ പങ്കാളികളായി. ആലപ്പാട്ട് SNDP ശാഖയും SNV സമാജവും സംയുക്തമായി സമാജമാസ്ഥാന മന്ദിരത്തിൽ വെച്ച് ഗുരുസമാധി ആചരിച്ചു. സമാജം പ്രസിഡന്റ് TS പ്രതീഷ് കുമാർ പതാക ഉയർത്തി. തുടർന്ന് ഗുരുപൂജ, പ്രാർത്ഥന എന്നിവയുണ്ടായി. ശേഷം SNDP ശാഖയുടെ ഘോഷയാത്രയിൽ പങ്കെടുത്ത വനിതകൾക്ക് സെറ്റ് സാരി വിതരണം ചെയ്തു. ചടങ്ങിൽ SNDP ശാഖാ സെക്രട്ടറി പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, പ്രസിഡന്റ് സുധീഷ് നെല്ലിപ്പറമ്പിൽ, വനിതാ സംഘം ഭാരവാഹിയായ മിനി പ്രദീപ്, ഉഷാദേവി, രാജീവ് മണികണ്ഠൻ, മുത്തേരി എന്നിവർ സംസാരിച്ചു. ആലപ്പാട് SNDP ശാഖ എല്ലാ വർഷവും ഇതുപോലെ ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ വളരെ വിഭിന്നമായിട്ട് ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചു. ആ ഓണാഘോഷം ചില പൊതുവെ ജനങ്ങളെ ഏറ്റെടുത്ത പോലെയായിരുന്നു. എല്ലാ നാട്ടുകാരും അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റി. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നടത്തി. അതിന് നിങ്ങളെല്ലാവരോടും നന്ദി പറയണം. ഇനി നമ്മൾ SNDPയുടെ ഭാഗമായിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് ശിവഗിരി തീർത്ഥാടനമാണ്. അത് ഡിസംബറിൽ ശിവഗിരി തീർത്ഥാടനത്തിന് നമ്മൾ പോകുന്നുണ്ട്. അതിനൊരു ബസ് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അടുത്തൊരു പരിപാടി അതാണ്. അതിനും നമ്മളെല്ലാവരും തയ്യാറാവണം. ഇവിടെ നമ്മൾ SNDPയുടെ ഒരു ഫണ്ട് വാങ്ങിക്കലുണ്ടായിരുന്നു. ഒരു 10-30 പേർക്ക് 10-30 പേരെ 1000 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് നമ്മളെ പലിശ അടക്കം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പലരും അത് SNDPക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചിലവർ അത് ചോദിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.
ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപ്രയ. വാർത്തകൾ തുടരുന്നു. ത്രിപ്രയാർ ലയൺസ് ക്ലബ്ബ് വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ഏകലവ്യൻ PK ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. RI സക്കറിയ, സുരേഷ് NM, വ്യാസബാബു VS, ആന്റണി AA, ജയശങ്കരൻ KK, ആനി ജോസഫ്, ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ക്ലബ്ബ് ട്രഷറർ യമുന റാണി പ്രതാപൻ, ബിന്ദു സുരേന്ദ്രൻ, ജിസ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുൻകൈയെടുത്ത് നടക്കുന്നത്. അപ്പം എല്ലാവരെയും ത്രിപ്രയാർ ക്ലബിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അതിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പൂക്കളത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. തിരുവാതിര, മെഗാ തിരുവാതിരയ്ക്ക് ഈ ത്രിപ്രയാർ ക്ലബിലെ എല്ലാ ലേഡീസും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോമ്പറ്റീഷൻസ് ഉണ്ട്. മാവേലി മന്നൻ, വാമനൻ, ബെസ്റ്റ് കപ്പിൾ, ഇതിൻ്റെയൊക്കെ സമ്മാനങ്ങൾ നമ്മൾ മേടിക്കണം. ഈ റീജിയൻ മേടിക്കുന്ന ത്രിപ്രയാർ ക്ലബിൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. എല്ലാവരെയും ഈ ഓണാഘോഷത്തിന് ഒരിക്കൽ കൂടി നമ്മൾ മെഗാ ഓണം 28-ാം തീയതി ഡിസ്ട്രിക്റ്റിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ചൂലൂർ തീയ യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി. ചൂലൂർ കടലായി ശിവക്ഷേത്രാങ്കണത്തിൽ രാവിലെ 9:30 ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജയോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് സമൂഹ പ്രാർത്ഥന, പുഷ്പാർച്ചന, പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം സമാധിയൂട്ടും നടത്തി. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ ഗുരുദേവൻ വിഭാവനം ചെയ്ത ക്ഷേത്രാരാധന, അപരക്രിയ എന്നിവയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. സംശയാസ്പദമായ കാര്യമാണ്. കാരണം എല്ലാ കലണ്ടറിലെ ഒഴിവ് ദിവസങ്ങൾ പോലെ ഒരു ദിവസമായി ഈ ദിവസവും കടന്നു പോകും. സാമാന്യമായി കേരളത്തിലെ ഗുരുദേവൻ അല്ലെങ്കിൽ കേരള ചരിത്രത്തിൻ്റെ നിർമ്മിതിയിൽ ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ഗുരുവിൻ്റെ സ്ഥാനമുണ്ട്. അതിനെ ഗുരു വഹിച്ചിട്ടുള്ള പങ്ക് എന്ത് എന്നത് ഇന്നത്തെ ഈ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം ആഴത്തിൽ, പുതിയ തലമുറയ്ക്കായാലും അല്ലെങ്കിൽ സാമാന്യം കേരളത്തിൽ എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നത് വളരെ സംശയാസ്പദമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീയ യുവജന സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AS സന്തോഷ് കുമാർ, സെക്രട്ടറി ഗോപിനാഥൻ പണിക്കെട്ടി, ട്രഷറർ പ്രദീപ് അരയംപറമ്പിൽ, വിനോദൻ നടുപ്പറമ്പിൽ, കടലായി ശിവക്ഷേത്രം പ്രസിഡന്റ് അജയഘോഷ് കാണാശ്ശേരി, സെക്രട്ടറി ദിനേശ് അരയംപറമ്പിൽ, സജീവ് നടുപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, അജിത് നെല്ലിപ്പറമ്പിൽ, ശക്തിധരൻ തയ്യിൽ, പ്രകാശൻ കാവുണ്ടേഴത്ത്, രജിത, സിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ ആചരിച്ചു. ഡോക്ടർ TS വിജയൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഉപവാസത്തോടെ ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, പ്രഭാഷണം, സമൂഹാർച്ചന, പ്രസാദ വിതരണം എന്നീ പരിപാടികളോടെ ഗുരുസമാധി ദിനം ആചരിച്ചു. ഡോക്ടർ TS വിജയൻ തന്ത്രികൾ, സജീഷ് മണലേൽ, കോട്ടയം എന്നിവർ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി അംഗങ്ങളായ AV സഹദേവൻ, CK സുഹാസ്, ബൈജു ഇയാനിക്കോറത്ത്, NAP സുരേഷ് കുമാർ, സുരേഷ് ഇയാനി, CK ഗോപകുമാർ, CP രാമകൃഷ്ണൻ മാസ്റ്റർ, TK ദയാനന്ദൻ, AN സിദ്ധപ്രസാദ്, ജയപ്രകാശ് വാളക്കടവിൽ, KK രാജൻ, അംബിക ടീച്ചർ, ENR പ്രേംലാൽ, MG രഘുനന്ദൻ, യതീഷ് ഇയാനി എന്നിവർ നേതൃത്വം നൽകി. ഗുരുത്വം ഉണ്ടാവുക, അതൊന്നും കിട്ടാനില്ല. ഗുരുത്വം ഉണ്ടായാൽ വേറെ ഒന്നും വേണ്ടതില്ല, എല്ലാമായി.
ഞാനിവിടെ എല്ലാ വർഷവും പറയാറുള്ളത് ഗുരുഗീത എന്ന് പറയുന്ന ഒരു പുരാണ ഭാഗത്തെ കുറിച്ചാണ്. സ്കന്ദപുരാണത്തിലുള്ള ഒരു ഭാഗമാണ് ഗുരുഗീത. നമുക്ക് ഒരുപാട് ഗീതയുണ്ട്. ഭഗവത്ഗീത അത് നിങ്ങളൊക്കെ വായിക്കുന്നുണ്ടാകുമെന്നാണ് എൻ്റെ ധാരണ. ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങാം. ഈ അനുഗീത, ഉദ്ധവഗീത, അഷ്ടാവക്രഗീത, അവധൂതഗീത, അങ്ങനെ അനേകം ഗീതകൾ ആർഷങ്ങളായിട്ടുണ്ട്. ആർഷം എന്ന് വെച്ചാൽ ഋഷിപ്രോക്തമായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതകുളം മിനി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിശാശില്പശാല സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായി. ഗിരീഷ് വെനിക്കൽ, സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തൊയ്ക്കാവ്, രതീഷ് TG, ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, ഷൈജു കൊട്ടുങ്കൽ, ശ്രുതി ധനീഷ്, കാർത്തികേയൻ ചക്കാമടത്തിൽ, സൗമ്യൻ നെടിയിരിപ്പിൽ, UR പ്രദീപ്, ശോഭന ഷൺമുഖൻ, പ്രിയങ്ക, ഷൈര സദാശിവൻ, രശ്മി ബിജു, രത്നമണി രത്നാകരൻ, കിഷോർ MB, താര സിംഗ്, പവിത്രൻ വാലിപ്പറമ്പിൽ, സൗമ്യൻ നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇലക്ഷനിൽ 2020 ഇലക്ഷൻ ഉണ്ടായിരുന്നു, 2015 ഇലക്ഷൻ ഉണ്ടായിരുന്നു, 2019 ഇലക്ഷൻ ഉണ്ടായിരുന്നു, 2024 ഇലക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇലക്ഷനിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാന പ്രവർത്തനങ്ങളെല്ലാം SNDP യോഗം കരയാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടന്നു. കരയാമുട്ടം UP സ്കൂളിൽ നടന്ന സമാധി ദിനാചരണത്തിൽ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദശനാഥ് പ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് ഹരി പെരിങ്ങത്തറ അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി സുധീർ സിംഗ് കൊണ്ടിയാറ, കരയാമുട്ടം മരണാനന്തര സഹായ സമിതി ചെയർമാൻ VRC ദാസ്, SNDP യോഗം നാട്ടിക യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു ജ്യോതീന്ദ്രൻ, രാധാ സുധേവൻ, ശശി തയ്യൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. 1856 ആഗസ്റ്റ് മാസം 20-ാം തീയതി മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഗുരുവിന് മുമ്പ് 4 പെൺമക്കളാണ് അവർക്കുണ്ടായിരുന്നത്. 4ാമത്തെ മകനായിട്ടാണ് ഗുരു ജനിക്കുന്നത്. പണ്ടൊക്കെ പറയില്ലേ, അമ്മമാര് പ്രസവിക്കുമ്പോൾ 4ാം കാല ആൺകുട്ടിയാണെങ്കിൽ ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം സ്വാമിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 4ാം കാല ആൺകുട്ടിയായതുകൊണ്ട് ഐശ്വര്യം എന്നല്ല പറഞ്ഞത്. മഹാന്മാര് ജനിക്കുന്ന ഗർഭപാത്രത്തില്, മഹാന്മാര് ജനിക്കുന്ന അമ്മമാരുടെ ഗർഭപാത്രത്തില് അവര് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗർഭപാത്രത്തില് അമ്മയുടെ വയറ്റില് വേറെ ഒരു മഹാൻ ജനിക്കില്ല, അല്ലെങ്കിൽ വേറൊരു ജീവൻ അവിടെ ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. എടത്തുരുത്തി SNDP ശാഖ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, വിശേഷൽ പൂജകൾ എന്നീ ചടങ്ങുകളോടെ ആചരിച്ചു. ശാഖാ പ്രസിഡന്റ് അനിരുദ്ധൻ മാരാത്ത് ഗുരുപൂജ നടത്തി. പ്രാർത്ഥനകൾക്ക് വനിതാ സംഘം ഭാരവാഹികളായ സിന്ധു ജയറാം, ജിസി അനിൽ, ലയാമിത്രൻ എന്നിവർ നേതൃത്വം നൽകി. സമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ KG കൃഷ്ണനുണ്ണി, കൺവീനർമാരായ ആനന്ദൻ പൊന്നത്തിൽ, മോഹേഷ് കുമ്പള പറമ്പിൽ, പ്രകാശൻ പള്ളിത്തറ, അനിൽ വാലിപ്പറമ്പിൽ, സരള മാരാത്ത് എന്നിവർ നേതൃത്വം നൽകി. SNDP കഴിമ്പ്രം സൗത്ത് ശാഖയുടെയും വനിതാ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 98ാമത് മഹാസമാധി ദിനം ആചരിച്ചു. ഗുരുപൂജയ്ക്ക് SNS സമാജം എടമുട്ടം ക്ഷേത്രം മേൽശാന്തി സന്ദീപ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖാ പ്രസിഡന്റ് MV ജയകൃഷ്ണ ബാബു, വൈസ് പ്രസിഡന്റ് സലിൽ മുളങ്ങിൽ, സെക്രട്ടറി ദിലി രത്നം തോട്ടാരത്ത്, യൂണിയൻ പ്രതിനിധി
സുമിത്രൻ തോട്ടാരത്ത്, വനിതാ സംഘം ഭാരവാഹികളായ ശ്രീമതി ഉഷ രാജീവൻ, ശ്രീമതി കൃപ രമണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുപൂജയോടെ ആരംഭിച്ച പ്രാർത്ഥനാ യോഗത്തിൽ ഗുരുദേവ കൃതികൾ ഉൾപ്പെടുത്തിയ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖയിലെ കുട്ടികൾക്ക് തെരുവിൽ കൃഷ്ണൻ ഭാര്യ ഭാർഗവിയുടെ സ്മരണയ്ക്കായി നൽകിവരുന്ന പുരസ്കാരം നൽകി. കണിച്ചിൽ സുരേഷ് മകൾ ബൃന്ദ സുരേഷ്, കാരയിൽ തെക്കൂട്ട് സുനിൽ മകൾ സമൃദ്ധ സുനിൽ എന്നിവർ ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് എം വി രാധാകൃഷ്ണൻ മാസ്റ്ററിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. തുടർന്നുള്ള സമൂഹ സദ്യയോടെ സമാധി ദിനാചരണ പരിപാടികൾ അവസാനിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ NSS യൂണിറ്റിന്റെ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്രദാനം മഹാദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഐ ബാങ്ക് അസോസിയേഷൻ കേരളയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PF ജോയ് ക്ലാസ് നയിച്ചു. പ്രോഗ്രാം ഓഫീസർ അനിത ടീച്ചർ, മുൻ പ്രോഗ്രാം ഓഫീസർ ആതിര ടീച്ചർ, ലീഡർമാരായ ഫാൻ ഷാനോസ്, എവിലിൻ എന്നിവർ സംസാരിച്ചു. വടാനപ്പള്ളി പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 100 വീടുകളിൽ NSS വോളണ്ടിയർമാർ നേത്രദാന ബോധവൽക്കരണം നടത്തും. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 98ാമത് മഹാസമാധി ദിനം ആചരിച്ചു. ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുരുവിളക്കിന് സമാജം ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട് ഭദ്രദീപം കൊളുത്തി. തുടർന്ന് മാതൃസമിതി അംഗങ്ങളുടെ ഗുരുദേവ കൃതികളുടെ പാരായണം നടന്നു. ശ്രീനാരായണ ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി EG വിദ്യാസാഗർ അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉപവാസം, മഹാഗുരുപൂജ, പ്രസാദ വിതരണം എന്നിവയുണ്ടായി. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത്, ഭരണസമിതി അംഗങ്ങളായ മാനേജർ പ്രദീപ് മാസ്റ്റർ, സമാജം മുൻ പ്രസിഡന്റ് സുഗതൻ, അഡ്വക്കേറ്റ് TR ശിവൻ, ജോഷി എരണേഴത്ത്, സെൻ കല്ലാറ്റ്, സോണി പൊറ്റേക്കാട്ട്, സുധീർലാൽ എന്നിവർ നേതൃത്വം നൽകി. ശങ്കരാചാര്യ സ്വാമികൾ ഇതിന് നിർവഹിച്ചിട്ടുള്ളത് ബ്രഹ്മസത്യം ജഗത് വിദ്യാജീവോ ബ്രഹ്മൈവനാപര എന്നാണ്. അതായത് ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. ഇനി ജീവാത്മാവും ബ്രഹ്മമാണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഓരോരുത്തരിലുമുള്ള ആ ജീവാത്മാവുണ്ടല്ലോ, ആ ജീവാത്മാവും ബ്രഹ്മമാണ്. ജീവോ ബ്രഹ്മൈവ നാപര. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്. ഇനി നമുക്ക് ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം 1000 വർഷം കഴിഞ്ഞിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാവുന്നത് പറയാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശങ്കരാചാര്യ. അപ്പോൾ അതിൽ കുറേയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ദർശനങ്ങളിലൊന്നും മാറ്റമില്ല. SNDP യോഗം തൃത്തല്ലൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം നടത്തി. പ്രാർത്ഥന, ശാന്തിഹവനം, പ്രഭാഷണം, ഗുരുദേവ കൃതികളുടെ പാരായണം, ഉപനിഷത്ത് പാരായണം, അന്നദാനം എന്നിവയുണ്ടായി. ഗുരുമന്ദിരത്തിൽ നടത്തിയ ചടങ്ങുകൾക്ക് ശാന്തിവാഹനത്തിന് സുരേഷ് കരിപ്പാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ കൗൺസിലർ KS ദീപൻ മാസ്റ്റർ, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി PV ശ്രീജ മൗസമ്മി, ശാഖാ പ്രസിഡന്റ് PS പ്രദീപ്, ശാഖാ സെക്രട്ടറി VB സന്തോഷ്, വൈസ് പ്രസിഡന്റ് KP പ്രവീൺ, സോമൻ റാരത്ത്, CP ബിമൽ റോയ്, വനിതാ സംഘം പ്രസിഡന്റ് ലളിത സിദ്ധാർത്ഥൻ, വനിതാ സംഘം സെക്രട്ടറി ഷീബ ബിമൽ റോയ്, CK ജ്യോതിഷ്, PG ഗിരീഷ്, കൃഷ്ണൻ ഏങ്ങൂർ, വാസുദേവൻ കുന്നത്ത്, ഗിൽസ തിലകൻ, പ്രദീപ് ആന്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വളരെ വിപുലമായ ചടങ്ങുകളോടെയാണ് ഇവിടെ ഗുരുദേവ സമാധി നടത്തപ്പെടുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഗുരുദേവൻ്റെ ദർശനങ്ങൾ കടന്നു പോകുന്നത്. ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ച ജാതിഭേദം, മതദ്വേഷം ഇതുമില്ലാതെ സർവ്വരും സോദരത്തേജമായിരുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന പൂർണ്ണമായ ആ
ആപ്തവാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശാഖ മുന്നോട്ട് പോകുന്നത്. വാടാനപ്പള്ളി ഇസ്രയിൽ 1 മാസമായി നടന്നു വന്ന നബിദിനാഘോഷ പരിപാടികൾ സമാപിച്ചു. വെള്ളിയാഴ്ച രാത്രി ഇസ്ര നൂറുൽ ഉലമ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. ശനിയാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി തെക്കേ ജുമുഅത്ത് പള്ളി സിയാറത്തോടെ ആരംഭിച്ച സ്വലാത്ത് വാർഷിക സദസ്സിൽ റാഷിദ് ഹസനി പ്രവാചക പ്രകീർത്തന പ്രഭാഷണം നിർവഹിച്ചു. ഇസ്ര വൈസ് ചെയർമാൻ അബ്ദുൽ മജീദ് ഹാജി അധ്യക്ഷനായി. ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. ഇസ്രയേലിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. സ്വലാത്ത് മജ്ലിസിനും ദുആ സമ്മേളനത്തിനും സയ്യിദ് ഷറഫുദ്ദീൻ ജമുൽ ലൈലി നേതൃത്വം നൽകി. ഇസ്ര ട്രഷറർ ഹംസ ഹാജി, സെക്രട്ടറിമാരായ PS മുഹമ്മദ് അലി, RK മുഹമ്മദ് അലി, RA ഉവൈസ്, AM ഉസ്മാൻ, ഇസ്ര ഡീൻ റാഫി സഖാഫി, ഇസ്ര മദ്രസ സദർ മുഅല്ലിം സയ്യിദ് ജലാൽ അഹസനി അൽ ബുഖാരി, വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുഹൈൽ സഖാഫി, ഇസ്ര മുദരിസുമാരായ അബ്ദുറഹ്മാൻ സിദ്ദീഖി, ജുനൈദ് നൂറാനി, ഹാഫിൽ ഫൈസൽ റഹ്മാനി, യൂസഫ് സഖാഫി, ഉബൈദ് നൂറാനി, ജംഷാദ് സഖാഫി, അലി സഖാഫി, ജംഷാദ് സഖാഫി, നൗഫൽ സഖാഫി, നിസാർ സഖാഫി, ഉസ്മാൻ സൂറാനി, റമീസ് നൂറാനി, ഇർഷാദ് നൂറാനി, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് സമാപനം കുറിച്ച ഞായറാഴ്ച രാവിലെ നടന്ന ഗ്രാൻഡ് മൗലീദ് മജ്ലിസിനും ദുആയ്ക്കും സയ്യിദ് ഹുസൈൻ തങ്ങൾ നേതൃത്വം നൽകി. തുടർന്ന് ആയിരങ്ങൾക്ക് അന്നദാനം നടത്തി. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഇസ്രാ ക്യാമ്പസിൽ ഹബീബ് സയ്യിദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ പാടിപ്പറഞ്ഞ ഈ ഹുബ്ബുർ റസൂൽ പരിപാടി ഞാനും നിങ്ങളും ഇവിടെ സംഘടിച്ചത് ഒരേ ഒരു കാര്യത്തിന്റെ പേരിലാണ്, മഹബത്തിന്റെ പേരിലാണ്. CM മാധവൻ മാസ്റ്ററുടെ 15ാം ഓർമ്മദിനത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടത്തിയ അനുസ്മരണ യോഗം KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി CM നൌഷാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫാത്തിമ ജലീൽ, രാഗനാഥൻ വയക്കാട്ടിൽ, CM രഘുനാഥ്, അഹമ്മദുണ്ണി, CM ശിവപ്രസാദ്, REA നാസർ, ML സെബാസ്റ്റ്യൻ, VC ഷീജ ടീച്ചർ, IP പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ലയൺസ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വാടാനപ്പള്ളി ലയൺസ് ക്ലബ്, തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ക്യാമ്പയിൻ നടത്തി. ജയശ്രീ, കോർഡിനേറ്റർ ഭാഗ്യരത്നം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് പ്രസിഡന്റ് KS സിൻകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർപേഴ്സൺ PB സുനിൽ കുമാർ, സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, ലയൺ മെമ്പർമാരായ KK മദനൻ, MV ബിജിത്ത്, മോഹൻ റോയ്, സുപ്രിയ മോഹൻ റോയ്, KR മോഹനൻ, NSS കോർഡിനേറ്റർ ആതിര എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഫുട്ബോൾ മത്സരങ്ങൾ മണലൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഫുട്ബോൾ പാസ് ചെയ്തുകൊണ്ട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് കിക്ക് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, ടോണി അത്താണിക്കൽ, ഷേർലി റാഫി, ബീന സേവിയർ, റഫറി സുജീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ഭക്തി ആദരവ് പൂർവ്വം ആചരിച്ചു. സമൂഹ അർച്ചന, ഗുരുദേവ കീർത്തനാലാപനം, ഗുരുദേവ പ്രാർത്ഥനാലാപനം, പ്രസാദ വിതരണം എന്നിവയുണ്ടായി. യൂണിയൻ അതിർത്തിയിലെ മുഴുവൻ ശാഖകളിലും രാവിലെ മഹാസമാധി ആചരണങ്ങൾ നടന്നിരുന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് മാസ്റ്റർ, യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യോഗം ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, കൗൺസിലർമാരായ KS ദീപൻ, നരേന്ദ്രൻ തയ്യിൽ, KG നാരായണദാസ്, CS ഗണേശൻ, ബിനോയ് പാണപ്പറമ്പിൽ,
സലീം തഷ്നാത്ത്, ബിന്ദു മനോജ്, ശ്രീജ മൗസ്മി, ബീന സദാനന്ദൻ, പ്രവിത നരേന്ദ്രൻ, ലതാ പ്രകാശ്, രമണി സുകുമാരൻ, ഉഷ ഗണേശൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് പ്രഭാശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം ചന്ദ്രാപിനീത് ശ്രീ കുമാരമംഗലം ശാഖയിൽ 98ാമത് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന ഗുരുപൂജയ്ക്കും മഹാസമാധി പൂജയ്ക്കും ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താമ്പറമ്പിൽ നേതൃത്വം നൽകി. SNDP യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീ കുമാരമംഗലം ക്ഷേത്ര മേൽശാന്തി പ്രണവ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. അതൊക്കെ അവസരങ്ങളൊക്കെ ഇല്ലായിരുന്നില്ല. അതൊക്കെ വരുന്നു. ഒരു പ്രതീക്ഷ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പറയാനും ഗുരുവിനോട് ഇപ്പോൾ ശാന്തിയെ പറ്റിയെല്ലാം വിശദമായി ഇവിടെ സംസാരിക്കും. അപ്പോൾ ചിലരൊക്കെ ആദ്യമൊക്കെ പറയുമായിരുന്നു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷമായൊരു ഇതായിരുന്നു മുൻ കാലഘട്ടങ്ങളിലൊക്കെ. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ കമ്മിറ്റി മദ്ഹ് റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനത്ത് നിന്ന് ആരംഭിച്ച പ്രവാചക പ്രകീർത്തന സ്നേഹറാലി 3 പീടികയിൽ പ്രത്യേകം സജ്ജമാക്കിയ വാദി മദീന നഗറിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന മദ്ഹ് റസൂൽ കോൺഫറൻസ് മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ PM മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. CK റാഷിദ് ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, SMA ജില്ലാ ജനറൽ സെക്രട്ടറി MK അബ്ദുൽ ഗഫൂർ, SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി, STM ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് SMK മഹ്മൂദി, SSF ജില്ലാ പ്രസിഡന്റ് ഷാഫി ഖാദിരി, സംസ്ഥാന കൗൺസിൽ അംഗം PA മുഹമ്മദ് ഹാജി, സോൺ ട്രഷറർ മുഹമ്മദ് അലി ഹാജി, അബ്ദുൽ മജീദ് ഹാജി ചാമക്കാല, അബ്ദുസലാം പൊന്മാനിക്കുടം, മുജീബ് താണശ്ശേരി, ഷിഹാബ് എടത്തിരുത്തി, ജാബിർ സക്കാഫി, ഷാനവാസ് നഈമി, സോൺ സെക്രട്ടറി UV മുഹമ്മദ് അലി, ഷംസുദ്ദീൻ മഹ്ലറ, റഫീഖ് ലത്തീഫി, സിദ്ദീഖ് കയ്പമംഗലം, ഹുസൈൻ വിളക്കപ്പറമ്പ്, ഇസ്മായിൽ അഷ്റഫി, മിദ്ലാജ് മതിലകം, നൌഷാദ് 3 പീടിക, ഷിമീർ പൊന്മാനിക്കുടം, ഫസീൻ നൂറാനി തുടങ്ങിയവർ സംസാരിച്ചു. അല്ലാഹു പറയുന്നു, നിങ്ങൾ ആരംഭ റസൂലിന്റെ മുന്നിൽ നബിയേക്കാൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകളൊക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞു. നിങ്ങൾ ചെയ്ത ഒരു അമലിനും ഒരു ഗുണം കിട്ടൂല. അതെങ്ങനത്തെ അമല? അമലിനെ ഫസാദാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് നിബന്ധനകൾ പാലിക്കാതെ ചെയ്യുക, അപ്പോൾ അമൽ ഫസാദായി പോകും. അതിൻ്റെ ഫർളുകൾ ഭംഗം വരുത്തുക, അപ്പോഴും അമൽ ഫസാദായി പോകും. SNDP യോഗം പെരിഞ്ഞനം കുറ്റിലക്കടവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ സമാധി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ഗുരുപൂജ, സമൂഹാർച്ചന, ഗുരുസ്തവം, സമാധിഗാനം, ഗുരുദേവ കീർത്തനങ്ങൾ തുടങ്ങിയവ നടന്നു. ശാഖാ പ്രസിഡന്റ് KK ബാബുരാജൻ ഭദ്രദീപം തെളിയിച്ചു. MV ദാസൻ പൂജകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ശാഖാ വൈസ് പ്രസിഡന്റ് അശോകൻ കാരയിൽ, സെക്രട്ടറി MP ജ്യോതിഷ്, MV സുകുമാരൻ, സുവർണൻ കൊല്ലറ, വനിതാ സംഘം പ്രസിഡന്റ് ബീന സുനിൽകുമാർ, പ്രതാപൻ കാരയിൽ, CC രാമകൃഷ്ണൻ, KV ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
പെരിഞ്ഞനം ലയൺസ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ആലേക്കാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധീഷ്, ലയൺസ് റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ, ജ്യോതി കിഷോർ, രഞ്ജിത്ത്, ഡിദിജിത്ത്, PK ജോൺസൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജ്യോതി കിഷോർ, ഡോക്ടർ ശിവകാമി, അമൽജിത്ത്, ഗായത്രി എന്നിവരെ ആദരിച്ചു. തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപ്പിനിയിൽ ടിപ്പർ ലോറിയിടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനകളുടെ ആഭിമുഖ്യത്തിലും നടത്തി. മതിലകത്ത് നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.